ഇതെന്തൊരു മഴയാ, ആകെ നനഞ്ഞു. ജനൽക്കമ്പിൽ പിടിച്ചിരുന്ന കൈകൾ അവന്റെ പ്രാണന്റെ പാതിയുടേതാണെന്ന് മനസ്സിലാക്കാൻ അവൻ ആ മുഖം കാണേണ്ട ആവശ്യമില്ലായിരുന്നു. മഹിമോളെ, അമ്മമ്മേ, എന്റെ സുന്ദരി അമ്മമ്മ, ഇതെപ്പ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. പിന്നെ എന്റെ കുട്ടിയെ നിന്നോട് എത്രയാച്ചാ പറയാ? കോൾമി കൗസു അല്ലെങ്കിൽ ഗ്രാനിന്ന് വിളിച്ചോ. എന്റെ കുട്ടിയോളെ, നിങ്ങൾ കരുതണ പോലെ എനിക്കത്ര പ്രായമൊന്നുമില്ലാന്നേ. കുഴിയിലേക്ക് കാലി നീട്ടിരിക്കുമ്പോഴാ തള്ളയുടെ ഒരു ഗ്രാനി. എന്റെ നാരായണ, ഇതിനെത്ര കാലം ഇനി സഹിക്കണാവോ? കൗസു സൂപ്പർ, അത് മതി. അമ്മമ്മ നമ്മുടെ സെയിം വൈബാണല്ലോ. പിള്ളേരെ, നിങ്ങളിത് എന്ത് ഭാവിച്ചാ? ഈറനോടെ നിന്ന് തലനീരിറങ്ങിയാലേ വയ്യാതെ വരില്ലേ? ആ അപ്പച്ചി, ഇതെപ്പോ വന്നു? നമ്മളൊക്കെ ഇവിടെ ഉണ്ടേ. ഓരോരുത്തര് വന്ന് കയറുമ്പോ പിന്നെ നമ്മളൊന്നും കണ്ണി പിടിക്കില്ലല്ലോ. നിങ്ങൾ പോയി തല തുടച്ച് വസ്ത്രം മാറാൻ നോക്ക്. എന്റെ അംബികേ, നീ ഇതെന്തറിഞ്ഞിട്ടാ? പുറത്തിവര് എത്ര തണുപ്പിലാ കഴിയണേന്നറിയോ? പിന്നെ അസുഖം വല്ലതും വന്നാ നോക്കാനല്ലേ എന്റെ രാജകുമാരി ഇവിടെ ഉള്ളത്. പറഞ്ഞതുപോലെ എന്റെ കുട്ടിയെ ഞാൻ ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. സാവിത്രി, സീതപ്പെണ്ണ് എവിടെ? അമ്മമ്മേ, ഞാനിവിടെ ഉണ്ട്. അമ്മമ്മയുടെ രാജകുമാരി ഇതാകെ ക്ഷീണിച്ചല്ലോ. സാവിത്രി, നീ ഇവളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ? ഓ, ഒരു നാട് കാക്കുന്ന ആൾക്കാ സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്തെ. അതെ, എല്ലാവരും വിളിച്ചു വരുത്തിയ കാര്യം പറഞ്ഞ നന്നായിരുന്നു. ഇതിപ്പോ സ്നേഹപ്രകടനം എത്രയാച്ചാ കണ്ടു നിക്ക? ഇതൊക്കെ മനസ്സിലാവണ അച്ഛാ. മനസ്സിൽ ഇത്തിരി സ്നേഹത്തിന്റെ വെളിച്ചം വേണം. അതില്ലാത്തവർക്ക് ഇതെല്ലാം വെറും പ്രകടനമായി തോന്നും. പിന്നെ എല്ലാവരെയും വിളിപ്പിച്ചത് നാളെ തന്ത്രി വരും പ്രശ്നം വെക്കാൻ. അതെന്തിനാന്ന് വെച്ചാ സീത ഇല്ലത്തമസ്ഥാനം ഒഴിയുന്നു. അടുത്ത അവകാശിക്ക് ഇതെല്ലാം കൈമാറണം. ഞാനിപ്പോ മനസ്സാലും തയ്യാറാണ്. മോളെ, വേണ്ട. ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന് കരുതി സീത പഴയ സീതയാകുന്നു ആരും കരുതണ്ട. ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ കുട്ടിയോളെ? നാളേക്കിനി എന്തൊക്കെ ഒരുക്കങ്ങളാ വേണ്ടത്? സീതമോൾ ഇവിടെ വന്നേ. എന്റെ കുട്ടിയുടെ മുഖമൊക്കെ ആകെ വാടിയതുപോലെയായി. സാവിത്രി, കുട്ടികൾക്ക് മഞ്ഞൾ അരച്ചതും താളിയും കൊടുക്ക. സന്ധ്യ ആവാറായില്ലേ? കുളത്തിലൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. ശരി അമ്മേ. മക്കളെല്ലാവരും കുളക്കടവിലേക്ക് ചെന്നോളൂ. ഋതു, നീ എന്താ അവിടെ നിൽക്കുന്നേ? കുളിക്കാൻ ഇറങ്ങുന്നില്ലേ? അത് പിന്നെ മഹി, എനിക്ക് കുളത്തിലിറങ്ങാൻ പേടിയാ. പിന്നെ നീന്താൻ അറിഞ്ഞൂടാ. ഋതുവിന് ഞാൻ പഠിപ്പിച്ചു തരാം. ആ ശരി ചേച്ചി. ഇല്ലത്തമ്മേ, നിക്ക് അകത്തേക്ക് വരാമോ? എന്തിനാ രാമൻ നായർ അനുവാദം ചോദിക്കണേ? കയറി വരൂ. സന്തോഷായി.
ഈ ഉള്ളോന് എന്റെ മോനെ ഓർത്ത് ഉരുകിയില്ലാണ്ടാവണ എന്റെ ഇല്ലത്തമ്മയെ കാണുമ്പോ ചങ്ക് പൊട്ടായിരുന്നു ഓരോ നിമിഷവും. ഇപ്പൊ സന്തോഷായി. അറിഞ്ഞോണ്ട് എന്റെ മോനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു വിധി. എല്ലാരും മറന്നാലും ജന്മം നൽകിയവരുടെ കൂടെ അവനെ ഓർക്കാനും വിഷമിക്കാനും മോളുണ്ടല്ലോ, അത് മതി ഞങ്ങൾക്ക്. ആ കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണീരിന് മുൻപിൽ സീതയ്ക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അവളും നിറ കണ്ണുകളോടെ നോക്കി നിന്നു. ചേച്ചിക്കുട്ടി ഇവിടെ എന്തെടുക്കാ? ഋതുവായിരുന്നോ? എന്താ ഋതു? ഞാനിവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. എന്താ നാരായണ ഈ വഴിയിലൊരു കാത്തുനിൽപ്പ്? ആരെ നോക്കി നിന്നതാ? എന്റെ രാമാ, നീ എന്റെ മനസ്സ് മനസ്സിലാക്കുമെന്ന് ഞാൻ നിരീക്ഷില്ല. കാര്യമൊന്നുമില്ല അച്ഛാ, വഴി മാറുക, എനിക്ക് പോണം. എന്താ ഇത്ര ധൃതി രാമാ? സീത ഇല്ലത്തമ്മ സ്ഥാനം ഒഴിയാണല്ലേ. എന്നാലും ഇതൊക്കെ ഇങ്ങനെ വരുന്ന് എനിക്ക് നിശ്ചയുണ്ടായിരുന്നു. ആർക്കൊപ്പം നഷ്ടം? പോയവർക്ക് പോയി അല്ലേ? മതി, നിർത്ത, എനിക്കൊന്നും കേൾക്കണ്ട. സത്യങ്ങള് പറയുമ്പോ എന്തിനാ ഇത്ര പൊള്ളപ്പ്? സീത അവൾക്ക് വേണ്ടിയല്ലേ രാമനായുടെ മകൻ. ഇപ്പൊ അതൊക്കെ എല്ലാവരും മറന്നൂലേ? ഇനി പതുക്കെ പതുക്കെ സീതയും. നിർത്ത, സീത മോൾ എന്താന്ന് ഞങ്ങൾക്കറിയാം. എന്റെ മോനെ ഓർത്ത് നീർ ജീവിക്കണ ആ പാവത്തിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ മനസ്സ് മുഴുവൻ വിഷമാ. കാളക്കൂട വിഷത്തേക്കാൾ കടുപ്പമേറിയ വിഷം. വിഷമാരിലാണെന്ന് കണ്ടറിയാം. കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയുന്നല്ലേ ചൊല്ല്. നീ എന്നെ തേടി വരും രാമ, വരാതെ എവിടെ പോവാൻ? അത് ഞാൻ വെറുതെ വന്നതാ. വെറുതെയോ? അങ്ങനെയല്ലല്ലോ. എന്താ കാര്യം? അത് പിന്നെ ചേച്ചിക്കുട്ടി, ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ. ഋതു എന്ത് കാര്യം അറിഞ്ഞേ? ചേച്ചിക്ക് ഈ മൈൻഡ് ഒക്കെ വായിക്കാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളുടെ മൈൻഡ് അറിയാൻ പറ്റുമോ? ഇതേ സമയം നമ്മുടെ അർണവ് അപ്പുറത്ത് നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പാവം നമ്മുടെ അർണവ് ഋതു പറയുന്നത് കേട്ട് അവന്റെ കിളിയൊക്കെ പോയിട്ട് നിൽക്കുവാണ്. കടവുളെ സീത, അപ്പോ എന്നോട് മൈൻഡ് ഉനക്ക്? ചേച്ചിക്കുട്ടി പറ. ചേച്ചി ചിരിക്കാതെ കാര്യം പറ. ഋതുമോളെ, നീ കേട്ടതൊക്കെ ശരി തന്നെയാ. എന്നാൽ ഇതെല്ലാം നാട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ളതാ. നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാ ശാസ്ത്രം. അല്ല, ഋതുക്കുട്ടിക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? താങ്ക് ഗോഡ്. അപ്പൊ ഒന്നും വായിച്ചെടുത്തില്ല അല്ലേ? ഞാനായിട്ട് തന്നെ പറയും സീത എന്റെ മനസ്സിലുള്ളത്. അതിനു മുമ്പ് നീ സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവണം. പിന്നെ നിനക്ക് എന്നോട് ഫീലിങ്സ് തോന്നണം. ഇനി എത്ര സ്റ്റെപ്പാണെന്നറിയോ? എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ നിന്നെയും കൊണ്ടേ പോവൂ എന്റെ സീതപ്പെണ്ണേ. ഇതേ സമയം നമ്മുടെ മഹി ഋതുവിനെ നോക്കി വരുമായിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ നീരജേട്ടൻ അവളെ റൂമിലോട്ട് വലിച്ചത്. മഹി, നീ ആരെയാ നോക്കുന്നേ? എന്നെയാണോ? ഓ പിന്നെ, നോക്കി നടക്കാൻ പറ്റിയൊരു മുതല്. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. എന്നാ പിന്നെ അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. നീരജേട്ടാ വേണ്ടാട്ടോ. അതെനിക്ക് കൂടെ നടക്കുന്ന എബിന് ഇഷ്ടാണല്ലേ. അതെങ്ങനെ മനസ്സിലായി? ചേച്ചി അപ്പോ എന്റെ മൈൻഡ് വായിച്ചോ? അതിനെന്തിനാ മൈൻഡ് വായിക്കണേ? എന്നെ കൂട്ടാതെ എന്താ ഇവിടെ ഒരു സീക്രറ്റ്? അതൊരു ചിന്ന സീക്രറ്റ്. എബിൻ ആളൊരു പാവാ, പക്ഷേ എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സാ. എത്രയും പെട്ടെന്ന് ആ മനസ്സൊരു സ്ഥാനം നേടാൻ നോക്കണം. അതിനിങ്ങനെ നിന്നാ പോരാ, അവന് നിന്നെ അറിയണം. അതിന് നിങ്ങൾ മാത്രം ആവണം. മഹി, നിന്റെ കാര്യം പറയാൻ സമയായി. അച്ഛനും അമ്മയും എല്ലാം അറിയണം. സ്നേഹിക്കുന്ന ആളെ പിരിയാന്ന് വെച്ചാ. ചേച്ചി സോറി, ഞാൻ ചേച്ചിന്നെല്ലാം മറച്ചു വെച്ചതിന്. പിന്നെ എല്ലാം കലങ്ങി തെളിയല്ലേ, എല്ലാം പറയാം എല്ലാവരോടും. എന്തിനാ ക്ഷമ ചോദിക്കണേ? നീ എന്റെ കുട്ടിയല്ലേ. നിന്നിൽ ഓരോ മാറ്റവും എനിക്കറിയാം. നീരജ് നല്ല പയ്യനാ. എനിക്കങ്ങോട്ട് വരാമോ? എന്താ വീണേ?
താഴേക്ക് അമ്മമ്മ വിളിക്കുന്നുണ്ട്. ഞാനിപ്പ അങ്ങോട്ട് വന്നേക്കാം, നീ ചെല്ല്. സീതമോളെ, അമ്മമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ട എന്റെ കുട്ടി അത് സമ്മതിച്ചു തരുവോ? അമ്മമ്മ എത്ര നാളായി എന്റെ കുട്ടിയുടെ നൃത്തം കണ്ടിട്ട്. അമ്മമ്മേ, അത് അമ്മമ്മയുടെ സീതപ്പെണ്ണല്ലേ, എതിര് പറയല്ലേടാ. ഞാൻ ചെയ്യാം. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. സങ്കടം സഹിക്കാനാവാതെ നമ്മുടെ സീത മുറിയിലേക്ക് ഓടി. ഓടുന്ന വഴിക്ക് അവളുടെ കയ്യിൽ നിന്ന് ചിലങ്ക താഴെ വീണോട്ടു. അത് നമ്മുടെ അർണവെടുത്ത് അവളുടെ പിന്നാലെ പോകുന്നു. സീത ഉള്ളിൽ കടലോളം സങ്കടം ഒളിപ്പിച്ച് സ്വയം നേരുന്നത് എതുക്കാകെ? ഇത് എനക്കാകെ കടവിൽ കൊടുത്ത ഗിഫ്റ്റ്. ഇന്റെ ചിലങ്ക അതിനെ വീണ്ടും അണിയും. അന്നുവിന്റെ കണ്ണിൽ ഈ കണ്ണുനീരിനു പകരം എന്നോടുള്ള പ്രണയമായിരിക്കും. എന്തിനാ എന്നെ മാത്രം ബാക്കി വെച്ചേ? തനിച്ചായി പോയില്ലേ ഞാൻ? എല്ലാരും കൂടെ എന്നെ തനിച്ചാക്കിയില്ലേ? പ്രണയം അതിന്റെ വേദനയുടെ പാടുകുഴിയിലേക്ക് എത്തിച്ചത് എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ കാരണല്ലേ എല്ലാം. ഇനി ജന്മം ചെയ്തൊരു പ്രണയം ഉണ്ടാവില്ല. സമാധാനായി എന്റെ വീണേ. ഇത്രയും നാളും സീതത്തമ്പുരാട്ടിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിക്കലായിരുന്നില്ലേ? ഇനിയിപ്പോ അത് വേണ്ടാലോ. 4 പറയണം തോന്നിയാ പറയാം, ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവൾ ഏതേലും കോന്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്താ മതിയായിരുന്നു. ദൂരത്ത് വല്ലതാണേല് അത്രയും സമാധാനം. നാശം പിടിച്ചത് ഒരു സീതാ മഹാറാണി. ഇതേ സമയം നമ്മുടെ അർണവ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സീതനെ പറഞ്ഞ അവന് സഹിക്കൂ. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? സീത എന്ന പെണ്ണിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. പിന്നെ അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ചെയ്താലുണ്ടല്ലോ, നോക്കിയിരിക്കില്ല ഞാൻ. കേട്ടല്ലോ അപ്പച്ചി? അതിന് നിനക്കെന്താടാ ചെക്ക? சீதா, அவ எனக்கு யாரென்று உன்கிட்ட சொல்ல வேண்டிய அவசியம் எனக்கு கிடையாது. എന്താ അമ്മയാ ചേട്ടൻ പറഞ്ഞത്? ഇനി മഹിയുടെ അടുത്തെങ്ങാനും പറയുന്നാണോ? ആരോടെ ഞാനീ പറയണ എന്റെ ഭഗവാനെ? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാതെ വായി നോക്കി നടന്ന ഇതൊന്നും മനസ്സിലാവില്ല വീണേ. അമ്മേ,
നീരജേട്ടാ വിട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞതാ ഇങ്ങനൊന്നും വേണ്ടാന്ന്. ആരെങ്കിലും കണ്ടാ തീർന്നു. ആ വീണയ്ക്കും അപ്പച്ചിക്കും കഴുത്തിന് ചുറ്റും കണ്ണും കാതുമാ. ഓ അങ്ങനെയാണല്ലേ, എന്നാ ശരി, ഞാൻ പോവാ. ഏയ് പിണങ്ങാതെ കുഴക്കുന്നേ. ഇപ്പോ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നീ സുന്ദരിയായിട്ടുണ്ട്. അതേ മഹി, നമ്മുടെ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഈ സാരിയൊക്കെ എടുത്ത് പാലൊക്കെയായി. നീരജേട്ടാ ഒന്ന് നിർത്തിക്ക്. ഇനി കൂടുതൽ പറഞ്ഞാലേ ശരിയാവില്ല. എന്താടോ മത്തങ്ങ തലയാ, ഉണ്ടക്കണ്ണും തുറപ്പിച്ച് നോക്കണേ. എന്താ, എനിക്ക് നോക്കിക്കൂടെ? ഓ അത്രയ്ക്ക് നന്നായോ? ഇവിടെ മഹിയുടെ അമ്മയെ ഓടിപ്പിച്ചു തന്നെ. സുന്ദരിയാണെന്ന് വെച്ചാ എന്റെ ഋതുക്കൊച്ചല്ലേലും സൂപ്പർ അല്ലേ? പിന്നെ ഈ കോലത്തിലായോണ്ട് പറയാ, നിന്നെ അങ്ങ് കെട്ടി കാഞ്ഞിരപ്പള്ളിയിലോട്ട് കൊണ്ടുപോയാലെന്നാ ഞാൻ ആലോചിക്കണേ. അയ്യടാ, എന്താ ഒരു നാണം. കെട്ടി കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സാധനം. താഴെ വല്ല കൊച്ചുങ്ങളും വന്നോ ആവോ. ഉണ്ടായാ മതിയായിരുന്നു. എന്റെ കർത്താവേ, രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങിയത് വെറുതെ ആവല്ലേ. കാലമടം നോക്കിക്കോടോ, ഒറ്റ പെണ്ണും ഉണ്ടാവില്ല. അവിടെ വായും വിളിച്ച് പൊന്നുമോ നോക്കിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവിടേക്ക് തന്ത്രി വരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്താ ഒരു സന്തോഷം? സീത സ്ഥാനം വീണേൽ ഇവിടെ ഏറ്റവും സന്തോഷം നിനക്കായിരിക്കും. ഒന്ന് പോയടാ കളിയാക്കാതെ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, പാവം ആ കൊച്ച്, നിന്റെ ഫ്ലേട്ടിംഗ് ഒക്കെ അതെങ്ങനെ താങ്ങാവോ എന്തോ. ഇല്ലത്തമ്മ എവിടെ? സാവിത്രി മോളെവിടെ? ഈ കുട്ടി ഇതെവിടെ പോയി? പൂജാമുറിയിലും മറ്റു നോക്കിയില്ലേ? ചേച്ചി അവിടെ ഇല്ല മാമേ, ഞാനിപ്പോ അവിടെന്നാ വരണേ. അവൾ എവിടെ പോവാനാ? സാവിത്രി നീ ചെന്ന് നോക്കുക. എബി, ഞാനിപ്പോ വരാം. എടാ നീ എങ്ങോട്ടെ ഈ നേരത്ത്? എടാ ഞാനിപ്പോ വരാം. സീത, സീത സീത സീത, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ. അവളാണിത് കരുതിയാണോ നീ എന്നെ? നീയോ? നീയൊന്നും അവളുടെ ഏഴയിലെത്തെത്തില്ല. നിനക്കെന്താ അവളോട് പ്രണയാണോ? പ്രണയമോ? ഭ്രാന്ത്. അവളോട് എനിക്ക് ഭ്രാന്താണ്. അവൾക്ക് വേണ്ടി ചാവാൻ നിൽക്കുന്ന ഒരുത്തനുണ്ട്. അവന് ഞാൻ ഒരിക്കലും അവളെ കൊടുക്കില്ല. ഈ ജന്മം മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ കൊല്ലും അവളെ. സീത, താനെന്താ ഇവിടെ? അത് അത് പിന്നെ താമ്പൂല പ്രശ്നം വെക്കാനായിട്ട് അവിടെ തന്ത്രി വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ അവിടെ തിരക്കുക. ഞാൻ വന്നേക്കാം, ഇയാള് നടന്നോളൂ. അല്ല, തനിക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെയാണെന്ന്? നീ എവിടെ പോയാലും മുന്നോട് നിഴല ഞാൻ വന്നിപ്പേ സീത. ഒരു നിഴൽ പോലെ നിനക്ക് കാവലായി ഞാൻ ഇന്നും കൂടെ കാണും. എന്താ? നത്തിങ്, ഞാൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞതാ. എന്നാ ഇയാള് നടക്ക്. പിന്നെ ഒരു കാര്യം കൂടി, ഈ സീതയുടെ നിഴലായി നടക്കണമെങ്കിൽ ചിലപ്പോ അർണോദയമൂർത്തി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. मैं नहीं बताऊंगा, मैं नहीं बताऊंगा। बोल, कौन है? साले बोल। सर സ്റ്റോപ്പ്. तुम ചാവോ? നീ എന്തിനാ ഇങ്ങനെ അടിക്കൊണ്ട് ചാവണേ? അറിയണത് എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്ക്.
സ്വന്തം പെണ്ണിനെ കുരുതിക്ക് കൊടുത്തു പോന്ന ഞാൻ പിന്നെ എന്തിനാ സാറേ രക്ഷപ്പെടണേ? അതും കേട്ടോ സീത, ഈ ജന്മമല്ല ഇനി എത്ര ജന്മങ്ങളുണ്ടോ അതിലെല്ലാം നീ എനിക്കുള്ളതാ. ഈ അർണോദയമൂർത്തിയുടെ ജീവന്റെ പാതിയായി ഒരേ ഒരു പെണ്ണെ ഉണ്ടാവും, അത് നീയാ സീത, ഈ സീതാലക്ഷ്മി. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നീലായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ. തിരിയൂതിമേ